ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ അതേപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഓരോരോ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതന്നെ ഒരു വീട്ടമ്മയുടെ പണി എപ്പോഴും. രാവിലെ വെച്ച് ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പഴം ഇരിക്കുന്നുണ്ട്, പുട്ടുണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയിട്ട് ചോറിന് അരിയിട്ടിട്ട് അവിടെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മീൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മീൻ കറി ഞാൻ ഒന്ന് തലേന്നത്തെയായിരുന്നു, ചൂടാക്കിയാൽ മതിയല്ലോ. പിന്നെ അവർക്ക് കൊണ്ടുപോകാനുള്ളവർക്ക് ഇത്തിരി ഉപ്പേരിയും കൂടി വെച്ചാൽ അത് റെഡിയായി. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ ഭക്ഷണം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരാൾ പുട്ടും മീൻ കറിയാണ്. പുട്ടും മീൻ കറിയും നല്ല കോമ്പിനേഷനാണല്ലോ. ആ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോൾക്ക് പിന്നെ അങ്ങനെ ഇന്ന ഭക്ഷണങ്ങൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ അവൾ ഇന്ന് ചോറ് കഴിച്ചു. ശേഷം സ്കൂളിലെല്ലാം പോയി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുന്ന സമയത്ത് ഓടിക്കളിച്ച് യൂണിഫോമൊക്കെ ഇട്ട് ഓടിക്കളിച്ച സമയത്ത് കാല് തടഞ്ഞൊന്ന് വീണു കേട്ടോ. നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു, മുഖത്തൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നം. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ അവധി എന്നും പറഞ്ഞ് രണ്ടാളും അവധി എടുത്തിരിക്കുകയായിരുന്നു, ലീവായിരുന്നു. മോൻ പോകാത്തതുകൊണ്ട് അവളും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബഹളമായി. അപ്പോൾ പിന്നെ അങ്ങനെ രണ്ടാളും പോവാതെ ഇരിക്കുന്നു. പിന്നെ ഞാൻ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. അവൾക്ക് ഇങ്ങനെ ചേട്ടന് കാലിൽ മുറിവ് പറ്റിയെന്നൊക്കെ പറയുന്നൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ നമ്മൾ വാങ്ങിച്ച മീൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആ കറി ഞാൻ ഇന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഉച്ചയ്ക്കും രാത്രിത്തേക്കും ഒക്കെ കൂടിയിട്ട് ആ കറി മീൻ കറി വെക്കുകയും വറുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം രാത്രി അടുത്ത ദിവസം രാവിലെ ആവണ്ടേ, സ്കൂളിലേക്ക് പോകണ്ടേ. അപ്പോൾ പിന്നെ ഇസ്തിരി ഇടാമെന്ന് വിചാരിച്ചു കുട്ടികളുടെ യൂണിഫോമൊക്കെ. അപ്പോൾ യൂണിഫോമുകളൊക്കെ ഞാൻ ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളുടെയും തലേന്ന് ഇസ്തിരി ഇട്ട് വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞല്ലോ. രാവിലെ നമ്മൾ ആ തത്രപ്പാടിനിടയിൽ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ എല്ലാവർക്കും ചോറ് ഒക്കെ കൊടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കിടന്നുറങ്ങി. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയി. ഇത് വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. നമ്മുടെ ഇവിടുത്തെ പാർട്ടിക്കാർ നമ്മുടെ എല്ലാ വീടും, നമ്മുടെ ഈ നാട്ടിലുള്ള എല്ലാ വീട്ടിൽ നിന്നും ആക്രി സാധനങ്ങൾ പെറുക്കിയിട്ട് അവർ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ പിന്നെ ഒരുപാട് ആക്രി സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ കൊടുത്തു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികൾക്ക് മുട്ട ദോശ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ട ദോശ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. മുട്ട ദോശ ഓരോന്നേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു മുട്ട വെച്ച ഒരാൾക്ക്, അപ്പം 2-3 പ്രാവശ്യം നമ്മൾ 2-3 മുട്ടയൊന്നും കൊടുക്കാനുണ്ടാവില്ലല്ലോ. പിന്നെ ബാക്കി എല്ലാവരും സാധാ ദോശ തിന്നും. ആദ്യത്തേത് ഞാൻ മുട്ട ദോശ ഉണ്ടാക്കി കൊടുത്തു. 3 ആൾക്ക് 3 എണ്ണം, 3 ദോശയായി. പിന്നെ സാധാ ദോശയിൽ എല്ലാവരും തിന്ന് അങ്ങനെ മതിയാക്കി. പിന്നെ ഞാൻ പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് മോൻ വരും കേട്ടോ. എന്തേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മോളും വരും. പിന്നെ അവൾക്ക് ഇങ്ങനെ മുകളിലേക്ക് എത്താത്തത് കൊണ്ട് ഞാനങ്ങനെ ചെയ്യിപ്പിക്കില്ല. ആൾ കുറച്ച് ചെറുതല്ലേ, പക്ഷെ ചെയ്യും. ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ച പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവെക്കാനും അടിച്ച് വാരാനും അങ്ങനത്തെ ഓരോ പണിക്കൊക്കെ നിൽക്കും. രണ്ടാളും ഹെൽപ്ഫുള്ളാണ്. പിന്നെ ദോശയൊക്കെ കഴിച്ചു അങ്ങനെ ഇരുന്ന ശേഷം നമുക്ക് കുറച്ച് കളിക്കാമെന്ന് വിചാരിച്ചു. അത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം അച്ഛൻ വന്ന സമയത്ത് നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് കള്ളനും പോലീസും കളിക്കാൻ പറ്റും. അച്ഛനും അമ്മയും, അതായത് ഞാനും ഞങ്ങൾ 2 മക്കളും കൂടി ഞങ്ങളെല്ലാം കൂടി കള്ളനും പോലീസും കളിക്കണം. നമ്മുടെ പണ്ടത്തെ കളി ഉണ്ടല്ലോ, ആരുടെ പോലീസ് ഞാനുടെ പോലീസ് എന്നൊക്കെ, കള്ളൻ എന്നൊക്കെ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളി ഉണ്ടല്ലോ, കള്ളനും പോലീസും. അങ്ങനെ അത് കളിക്കുകയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതൊക്കെ കളിച്ചു. ഓരോന്നും പറഞ്ഞ് ഇങ്ങനെ കമൻ്റ് അടിക്കുകയാണ്. ഞങ്ങൾ 4 ആളും തന്നെ കളിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ കൂടെ മാക്സിമം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സമയം അത്രയും സ്പെൻഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അവർ നമ്മളെ നല്ല ഫ്രണ്ടായിട്ട് നമ്മുടെ കൂടെ നന്നായിട്ട് എല്ലാത്തിലും പെരുമാറുകയും എല്ലാത്തിനും നല്ല കൂടെ എന്താ പറയുക, എല്ലാം നമ്മളോട് തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കളിക്കണം. മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലും കളി, ക്യാരംസോ ഷട്ടിൽ. ഇപ്പോൾ ഷട്ടിലൊക്കെ കളിക്കാതെ കുറേയായി, മഴയൊക്കെ ആയപ്പോൾ. ക്യാരംസ് അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കളികളൊക്കെ ഞങ്ങൾ കളിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചപ്പാത്തിക്കുള്ള മാവ് അടുത്ത ദിവസത്തേക്കുള്ള കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എനിക്ക് വാഴക്കൂമ്പ് കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എനിക്ക് അരിഞ്ഞ് തരാമെന്ന് പറ്റി ഗ്രേറ്റർ വെച്ചിട്ടാണ് അരിഞ്ഞിരുന്നത്. ഞാൻ കത്തി കൊണ്ട് അരിയുമ്പോൾ വലുതായി പോകും. അപ്പോൾ എനിക്ക് അതിൽ വെച്ചിട്ട് ഇങ്ങനെ അരിഞ്ഞ് തരികയാണ്. നാളത്തേക്ക് എനിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വിശേഷം. കിടക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ നമ്മൾക്ക് പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം.